കഴിഞ്ഞ ദിവസം നടന്ന യോഗം എല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ മിനിഞ്ഞാന്ന് നിശ്ചയിച്ച ഒരു യോഗമാണ്. ആ യോഗം ചേരേണ്ട സാഹചര്യം കഴിഞ്ഞ 25-ാം തീയതി കേരള സർവകലാശാലയിലുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തില് കേരള സർവകലാശാലയുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തൊരു അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു ഹർജി ഫയൽ ചെയ്യുകയുണ്ടായി. ആ ഹർജിയിൽ അദ്ദേഹം 5 റെസ്പോണ്ടൻസിനെയാണ് വെച്ചിട്ടുള്ളത്. അതിലെ 5ാമത്തെ റെസ്പോണ്ടന്റ് എന്നുള്ള നിലയിൽ സിൻഡിക്കേറ്റ് മറുപടി ഫാക്ച്വൽ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷന് വേണ്ടിയിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ട പ്രകാരമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട VC യോഗം വിളിച്ചത്. ആ യോഗത്തില് എല്ലാ സിൻഡിക്കേറ്റ് അംഗങ്ങളും സന്നിഹിതരായിരുന്നു. എന്നാൽ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആ അജണ്ട പ്രകാരമുള്ള യോഗത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. പലവട്ടം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ നിയമപരമായി ഈ സിൻഡിക്കേറ്റിന്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ സഹകരിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ആ യോഗത്തിലേക്ക് കടക്കാൻ, അജണ്ടയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ മറ്റു പല അജണ്ടയ്ക്ക് പുറമെയുള്ള പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഉന്നയിച്ചുകൊണ്ട് ബഹളം വെക്കുകയായിരുന്നു. അങ്ങനെ ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ആ യോഗം നടത്താനുള്ള ശ്രമം ചെയറിൽ നിന്ന് ശ്രമിച്ചെങ്കിലും നടക്കാത്ത സാഹചര്യത്തില് യോഗം അവസാനിപ്പിച്ചു. മീറ്റിംഗ് ഡിസോൾവ്ഡ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ചേംബറിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഏതാനും അംഗങ്ങൾ, ഞങ്ങളടക്കം പല അംഗങ്ങളും യോഗത്തിൽ നിന്ന് പുറത്തുപോയി. അതിനുശേഷം സിൻഡിക്കേറ്റ് റൂമില് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ കുറച്ചു സമയം ഒരുമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവര് വീണ്ടും യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറുടെ നടപടി തിരുത്തി രജിസ്ട്രാറെ തിരികെ പ്രവേശിപ്പിക്കാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ് പിന്നീട് മാധ്യമങ്ങളിൽ കൂടി നമുക്കറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു യോഗം ചേരാൻ സാധ്യതയില്ല. ഒരു നിശ്ചിത അജണ്ടയില് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ മുൻകൂട്ടി യോഗം വിളിച്ചു. ആ യോഗത്തിലെ അജണ്ട ചർച്ച ചെയ്യാൻ അനുവദിക്കാതെ യോഗം പിരിച്ചുവിട്ടുവെന്ന് യോഗം വിളിച്ച ആള് തന്നെ, ചെയർ ചെയ്ത ആള് തന്നെ പ്രഖ്യാപിച്ച് മടങ്ങിപ്പോയതിനു ശേഷം പിന്നീട് ഒരു യോഗം ചേരുക എന്നുള്ളത് അസാധ്യമാണ്. അത് യാതൊരു നിയമപരമായിട്ട് നിലനിൽപ്പ് അതിനില്ല എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ പറയാനുള്ളത്. അതെ, അതിനുശേഷം നടന്ന ആ മീറ്റിംഗിൽ തന്നെയല്ലേ ഈ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു നിയമനത്തിലേക്കും കടന്നത്? അത് തീർച്ചയായും ഒരു ചട്ടവിരുദ്ധമായ കാര്യം തന്നെയല്ലേ? അതെ, അങ്ങനെ ഒരു യോഗം ചേരാൻ സാധിക്കില്ലല്ലോ. കാരണം പിന്നീട് യോഗം വിളിച്ച വൈസ് ചാൻസലർ തന്നെ ആ യോഗം പിരിച്ചുവിട്ട സ്ഥിതിക്ക് പിന്നീട് ഒരു യോഗം ചേരണമെങ്കിൽ വൈസ് ചാൻസലറുടെ അനുമതിയോടുകൂടി അജണ്ട നിശ്ചയിക്കണം. ആ അജണ്ട പ്രകാരം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കണം. ആ അറിയിപ്പ് പ്രകാരം ചേരുന്ന ഒരു യോഗത്തിന് മാത്രമേ സർവകലാശാലയുടെ ചട്ടപ്രകാരം നിലനിൽപ്പുള്ളൂ. അപ്പോ ആരെങ്കിലും എവിടെയെങ്കിലും യോഗത്തിന് ശേഷം യോഗത്തിന് വന്ന ആളുകൾ പിന്നീട് ഒരുമിച്ചിരുന്ന് ഞങ്ങളിതാ ഇങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ നാട്ടിലെ നിയമ സംഹിതകൾ നിലനിൽക്കുന്ന ഒരു നാടല്ലേ? നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു നാട്ടിൽ അത് സാധിക്കും? അത് സാമാന്യ ജനങ്ങൾക്ക് പോലും ബോധ്യമുള്ളത്, നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളതല്ലേ? ഒരു യോഗം ഒരു പ്രത്യേക അജണ്ട പ്രകാരം വിളിക്കുന്നു. യോഗം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വിളിച്ചയാള് തന്നെ, വൈസ് ചാൻസലർ തന്നെ യോഗം പിരിച്ചുവിട്ടതായിട്ട് പ്രഖ്യാപിച്ച് പുറത്തു പോകുന്നു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ തന്നെ മാധ്യമങ്ങളോട് ഇന്നലെ പറഞ്ഞതാണ്. അപ്പൊ അതിനുശേഷം അവിടെ ബാക്കിയുള്ള ആളുകൾ ചേർന്നിട്ടതാ ഞങ്ങൾ വീണ്ടും ഒരു യോഗം ചേരുകയാണ് എന്ന് പറഞ്ഞാൽ അത് ഏത് ലോകത്താണ് അത്തരത്തിലൊരു യോഗത്തിന് സാധ്യതയുള്ളത് അല്ലെങ്കിൽ നിലനിൽപ്പുള്ളത്? അതെ, ഇന്നിപ്പോൾ അങ്ങനെ ചുമതല ഏറ്റതിലെല്ലാമാണ് ഇന്ന് VC ഇതിൽ ഒരു റിപ്പോർട്ട് തേടിയിരുന്നത്. പക്ഷെ അതൊന്നും നൽകാതെ തന്നെ മാറി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലത്തെ ഒരു സാഹചര്യം നമുക്കറിയുന്നത് പോലെ ഈ ഗവർണറുമായിട്ടുള്ള ഒരു വിഷയം സർക്കാർ ഗവർണർ പോര് കുറച്ച് കാലങ്ങളായി തന്നെ നടക്കുന്നതാണ്. ഇതിപ്പോൾ ഏറ്റവും പുതിയത് ഈ സർവകലാശാലയിൽ നടന്ന ഭാരതാംബ വിവാദവും ഒക്കെയാണ് നമുക്കറിയുന്നതാണ്. ഇത് ഏത് തരത്തിൽ ഇനി അവസാനിക്കാനാണ് സാധ്യത? ഇന്നിപ്പോൾ ഈ വിഷയം കോടതിയിലൂടെ പരിഗണനയിൽ കൂടി വരുന്നുണ്ടല്ലോ. അതെ, ഇന്നലെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ യോഗം വിളിക്കുന്ന സമയത്ത് വൈസ് ചാൻസലറുടെ കീഴുദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ ഒരു സെക്രട്ടറി പദവിയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർക്കുള്ളത്. അപ്പോ ജോയിന്റ് രജിസ്ട്രാറായ നിലവിൽ രജിസ്ട്രാറുടെ ചാർജ് വഹിക്കുന്ന ഉദ്യോഗസ്ഥനോട് യോഗം പിരിച്ചുവിട്ടിട്ട് നിങ്ങൾ എന്റെ കൂടെ വരണം, മീറ്റിംഗ് ഹാള് വിട്ട് വരണമെന്ന് 3-4 തവണ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം അതിന് തയ്യാറാകാതെ വൈസ് ചാൻസലറെ ധിക്കരിച്ചുകൊണ്ട് ആ യോഗത്തിൽ തുടരുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ചെയ്തത് സർവീസ് ചട്ടങ്ങളുടെ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനെ ധിക്കരിച്ചു എന്നുള്ള ഒരു സർവീസ് ചട്ട ലംഘനം വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാവും അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ വൈസ് ചാൻസലർ നിർദ്ദേശത്തെ എന്തുകൊണ്ട് ധിക്കരിച്ചു എന്നുള്ള നിലയിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കേസ് വരികയാണ്. അപ്പൊ ഈ കേസില് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും ഈ കോടതിയിൽ നിന്ന്
അവരവരുടെ വാദമുഖങ്ങൾ ഉയർത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.